പ്യാരെ ബച്ചോ ആദാബ്. നമ്മളിന്ന് SM സെർവർ ക്വിസിലെ കുറച്ച് മാതൃകാ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, സയ്യിദ് മുഹമ്മദ് സെർവർ കഹാ പൈദാ ഹുയെ? സയ്യിദ് മുഹമ്മദ് സെർവർ എവിടെയാണ് ജനിച്ചത്? ഉത്തരം തൃശ്ശൂർ ജില്ല കെ കാട്ടൂർ മേ. തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിലാണ്. അടുത്ത ചോദ്യം, SM സെർവർ की पैदाइश किस താരീഖ് को हुई? കിസ് താരീഖ് എന്ന് പറഞ്ഞാൽ ഏത് ഡേറ്റിനാണ്? SM സെർവറിൻ്റെ ജന്മം അല്ലെങ്കിൽ പിറവി ഏത് ഡേറ്റിനാണ്? ഉത്തരം ജൂൺ 13. അടുത്ത ചോദ്യം, കൗമി യൗമേ ഉറുദു कौन सा दिन മനായാ ജാത്താ ഹേ? കൗമി യൗമേ ഉറുദു എന്ന് പറഞ്ഞാൽ ദേശീയ ഉറുദു ദിനം. കോൻസാ ദിൻ ഏത് ദിവസമാണ്? മനായ ജാത്താ ഹേ ആഘോഷിക്കുന്നത്. അപ്പോൾ ദേശീയ ഉറുദു ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി 15-നാണ്. ഫെബ്രുവരി 15. നാലാമത്തെ ചോദ്യം, ലഫ്സ് സ്കൂൾ മേ കിത്തനെ ഹുറൂഫ് ഹോത്തെ ഹേ? സ്കൂൾ എന്ന് പറഞ്ഞ ലഫ്സിൽ എന്ന വേർഡിൽ എത്ര ഹുറൂഫുകൾ, എത്ര ലെറ്റേഴ്സുകൾ ഉണ്ട്? നമ്മളത് എണ്ണി നോക്കിയാൽ മതി. അലിഫ്, പിന്നെ സ, ക, വ, ല, മൊത്തം 5 ലെറ്റേഴ്സാണ്. 5 ഹുറൂഫുകളാണ് അതിൽ ഉള്ളത്. അഞ്ചാമത്തെ ചോദ്യം, ഹമാരെ ബാബായെ കൗം കോൻ ഹെ? ബാബായെ കൗം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപിതാവ്. ബാബ എന്ന് പറഞ്ഞാൽ പിതാവാണ്, കൗം എന്ന് പറഞ്ഞാൽ രാജ്യം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്, ദേശം. അപ്പം നമ്മുടെ ദേശീയ പിതാവ് അല്ലെങ്കിൽ രാഷ്ട്രപിതാവ് ആരാണ്? ഉത്തരം ഗാന്ധിജി. ബാബായെ ഉറുദു എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ മൗലവി അബ്ദുൽ ഹക്ക് എന്ന് പറയണം. അടുത്ത ചോദ്യം, കേരള കെ വസീറെ തഅലീം കോൻ ഹെ? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? N ഷംസുദ്ദീൻ. ഏഴാമത്തെ ചോദ്യം, SM സെർവർ സാഹിബ് കാ പൂരാ നാം ക്യാ ഹേ? SM സെർവർ സാഹിബിൻ്റെ പൂർണ്ണമായ നാം, പേര് എന്താണ്? സയ്യിദ് മുഹമ്മദ് സെർവർ എന്നുള്ളതാണ് ഫുൾ നെയിം. അടുത്ത ചോദ്യം, ഹമാരെ റിയാസത്തി ജാൻവർ കോൻസാ ഹേ? നമ്മുടെ സംസ്ഥാന മൃഗം ഏതാണ്? ഉത്തരം ഹാത്തി. ഒമ്പതാമത്തെ ചോദ്യം, കേരള കെ ബാബായെ ഉറുദു കോൻ ഹേ? കേരളത്തിൻ്റെ ഉറുദുവിൻ്റെ പിതാവ്, ബാബ എന്ന് പറഞ്ഞാൽ പിതാവാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഉറുദു, ബാബായെ ഉറുദു, അത് ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. കേരള കാ ബാബായെ ഉറുദു, കേരളത്തിൻ്റെ ഉറുദുവിൻ്റെ പിതാവാണ് ചോദിക്കുന്നത്. ഉത്തരം SM സെർവർ സാഹിബ്. എന്നാൽ അവിടെ കേരള ഇല്ല, വെറും ബാബായെ ഉറുദു എന്നാണ് ചോദിക്കുന്നത് എങ്കിൽ ഉത്തരം മൗലവി അബ്ദുൽ ഹക്ക് എന്നാണ് കൊടുക്കേണ്ടത്. പത്താമത്തെ ചോദ്യം, യൗമേ മാഹൂലിയാത്ത് കോൻസാ ദിൻ മനായാ ജാത്താ ഹേ? മാഹൂലിയാത്ത് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി. അപ്പം പരിസ്ഥിതി ദിനം എപ്പോഴാണ് നമ്മൾ ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 5. അടുത്ത ചോദ്യം, SM സെർവർ കാ ഇന്തിക്കാൽ കഹാ ഹുയി? SM സെർവറിൻ്റെ ഇന്തിക്കാൽ, വേർപാട് അല്ലെങ്കിൽ മരണം എപ്പോഴാണ്, എവിടെ വെച്ചാണ് സംഭവിച്ചത്? കഹാ എന്നാണ് ചോദിക്കുന്നത്, എവിടെയെന്നാണ്? മലപ്പുറം മുണ്ടപ്പറമ്പ്. 12ാമത്തെ ചോദ്യം, ഹിന്ദുസ്ഥാൻ കെ പെഹലെ വസീറെ ആസം കോൻ ഥേ? ഇന്ത്യയുടെ ആദ്യത്തെ വസീറെ ആസം, അതായത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. 13ാമത്തെ ചോദ്യം, ആജ് ജുമ്മ കാ ദിൻ ഹെ? ഇന്ന് ജുമ്മയാണ്. ജുമ്മ എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ, വെള്ളിയാഴ്ച. കൽ ഡേഷ് ത? അപ്പോൾ കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എന്നും അർത്ഥമുണ്ട്, നാളെ എന്നും അർത്ഥമുണ്ട്.
അപ്പോൾ നമ്മൾ അത് ഇന്നലെയാണോ നാളെയാണോ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളതിൻ്റെ ലാസ്റ്റ് നോക്കുക. ഥ എന്നാൽ പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ തായാണ് വരുന്നതെങ്കിൽ ഇന്നലെ എന്നുള്ള അർത്ഥത്തിലായിരിക്കും. അവിടെ ഗായോ ഹേയോ ആണെങ്കിൽ നാളെ എന്നുള്ള അർത്ഥത്തിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്, അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഏത് ദിവസമാണ് എന്നാണ് ചോദ്യം. ഉത്തരം ജുമ്മാരാത്ത്, വ്യാഴാഴ്ച. 14ാമത്തെ ചോദ്യം, തിത്ലി ഫൂൽ സെ ക്യാ ഹാസിൽ കർത്തേ ഹേ. തിത്ലി പൂമ്പാറ്റ, ഫൂൽ സെ പൂവിൽ നിന്നും, ക്യാ ഹാസിൽ കർത്തേ ഹേ എന്താണ് സ്വന്തമാക്കുന്നത്, എന്താണ് കരസ്ഥമാക്കുന്നത്. ഉത്തരം ഷഹദ്, തേന്. 15ാമത്തെ ചോദ്യം, ഹിന്ദുസ്ഥാൻ കാ കൗമി ഖേൽ കോൻസാ ഹെ. ഇന്ത്യയുടെ ദേശീയ കായികം അല്ലെങ്കിൽ ദേശീയ സ്പോർട്സ് ഏതാണ്. ഉത്തരം ഹാക്കി. 16ാമത്തെ ചോദ്യം, അലിഗഡ് യൂണിവേഴ്സിറ്റി കിസ് റിയാസത്ത് മേ വാഖിയ ഹെ. അലിഗഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കിസ് റിയാസത്ത് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റിൽ, ഏത് സംസ്ഥാനത്താണ് വാഖിയ ഹെ സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ഉത്തർപ്രദേശ് അഥവാ UP. 17ാമത്തെ ചോദ്യം, ആലിമി യൗമെ ഉറുദു. നേരത്തെ നമ്മൾ കൗമി യൗമെ ഉറുദു പറഞ്ഞു, ദേശീയ ഉറുദു ദിനം. ഇപ്പോൾ പറയുന്നത് ആലിമി യൗമെ ഉറുദു, ലോക ഉറുദു ദിനത്തെ പറ്റിയാണ്. കിസ് ഷായർ കി, ഏത് കവിയുടെ, യാദ് മേ മനായ ജാത്താ ഹെ ഓർമ്മയ്ക്കാണ് ആചരിക്കുന്നത്. ഉത്തരം അല്ലാമ ഇക്ബാൽ. ഉറുദുവിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷായറാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. 18ാമത്തെ ചോദ്യം, ഹം കാൻ സെ സുൻതേ ഹെ. നമ്മൾ കാൻ ചെവി കൊണ്ട്, സുൻതേ കേൾക്കുന്നു. തോ അങ്ങനെയെങ്കിൽ ഹം ഡാഷ് സേ നമ്മൾ ഡാഷ് കൊണ്ട്, ദേഖ്തേ ഹേ, ദേഖ്തേ ഹേ എന്ന് പറഞ്ഞാൽ കാണുന്നു, വാച്ച്. നമ്മൾ എന്തുകൊണ്ടാണ് കാണുന്നത്, കണ്ണുകൊണ്ട്. കണ്ണിനെന്താ പറയുക, ആങ്ക്. 19ാമത്തെ ചോദ്യം, കൗമി യൗമെ തഅലീം കിസ് ദിൻ മനായ ജാത്താ ഹേ. കൗമി യൗമെ തഅലീം ദേശീയ വിദ്യാഭ്യാസ ദിനം. തഅലീം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമാണ്, യൗം എന്ന് പറഞ്ഞാൽ ദിവസം. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനം ഏത് ദിവസമാണ് ആചരിക്കുന്നത്. ഉത്തരം നവംബർ 11. നവംബർ 11-നാണ് നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നവംബർ 11. അന്നാണ് നമ്മൾ ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, മൗളിയ സൽത്തനത്ത്. മൗളിയ സൽത്തനത്ത് എന്ന് പറഞ്ഞാൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആഖിറി ബാദിഷ, അവസാനത്തെ ചക്രവർത്തി. ബാദിഷ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി. മഷ്ഹൂർ ഉറുദു ഷായർ, പ്രസിദ്ധനായ ഉറുദു കവി. ഭി ഥെ കൂടിയായിരുന്നു. വോ കോൻ ഹേ, അതാരാണ്. അപ്പോൾ അവസാനത്തെ മുഗൾ ചക്രവർത്തിയും ഫേമസ് ആയിട്ടുള്ള ഉറുദു കവിയും കൂടിയായിട്ടുള്ള ആൾ ആരാണ്. ഉത്തരം ബഹാദുർ ഷാ സഫർ. ബഹാദുർ ഷാ സഫർ ഒരു പ്രസിദ്ധനായ ഉറുദു പോയറ്റ് കൂടിയാണ്.